എന്നുള്ളതാണ്. സോ ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക് ആണ്. അതുപോലെ ഇത് ഭയങ്കര ലോങ് ആണ് കേട്ടോ. മീൻസ് ലൈക്ക് ഇത് മടക്കി വെച്ചിരിക്കണം. അപ്പോൾ നല്ല ലോങ് ആണ് ഇത് ഈ ഹിജാബ്. അപ്പോൾ പൊതുവേ ഞാൻ ട്യൂട്ടോറിയൽസ് ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അതായത് ഞങ്ങൾക്ക് അത്രയും ലോങ് ആയിട്ടുള്ള ഹിജാബ്സ് കിട്ടുന്നില്ല എന്നൊക്കെ. സോ ഇൻഷാല്ല ഞാൻ ഇത് വെച്ചിട്ട് എന്തായാലും ഒരു ഹിജാബ് ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹലോ അസ്സാം വലൈക്കും, ഞാൻ ഷംലി. സോ വെൽക്കം ബാക്ക് ടു അനദർ ഹിജാബ് ട്യൂട്ടോറിയൽ. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഹിജാബ് സ്റ്റൈൽ ഇതാണ്. സോ ആസ് യൂഷ്വൽ ഇത് കാണുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ലെങ്കിലും എന്താ പറയുക, ചുറ്റുന്നേര് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഹിജാബ് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഹിജാബാണ്. സോ ഇതിന്റെ ഈ ഹിജാബിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ്. അതുപോലെ ഓൾമോസ്റ്റ് 2 മീറ്ററോളം ലെങ്ത് ഉണ്ട്. സോ ഭയങ്കര വലിപ്പമുള്ളൊരു ഹിജാബാണ്. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാനൊരു കാര്യം പറയാം. അതായത് ഈ ഹിജാബ് സ്റ്റൈലിന് നല്ല ലെങ്ത് ഉള്ള ഹിജാബ് തന്നെ വേണം കേട്ടോ. എന്നാലേ നമുക്കൊരു ഈ ഒരു സ്റ്റൈലിങ് ശരിക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് അവരുടെ ഫ്ലോറൽ കോട്ടൺ ഹിജാബ്സിലത്തെ, അതായത് അതാണ് അവരുടെ കളക്ഷൻ്റെ പേര്. സോ അതിലത്തെ ഒരു ഹിജാബാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹിജാബ് സ്റ്റൈലല്ലേ കാണുമ്പോൾ കുറച്ചൊരു എന്താപ്പോൾ ഇത് മൊത്തത്തിൽ കണ്ട് ചുറ്റി വെച്ചിട്ടുള്ള എന്നൊക്കെ ഒരു തോന്നുമെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്ലെയിമർ വീണ്ടും പറയുന്നത്, നല്ല ലെങ്ത് ഉള്ള ഹിജാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൈലിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹിജാബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യുക. അതിൽ വേറെയും ഒരുപാട് തരം കളക്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വാങ്ങിക്കുക. ക്വാളിറ്റി ഉള്ള ഹിജാബാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഹിജാബാണ്. ഇതവരുടെ പ്ലീറ്റഡ് ഫ്ലോറൽ ടാസൽസ് എന്ന് പറയുന്ന റേഞ്ചിൽ. പിന്നെ ചിലവർക്ക് ഇതേപോലത്തെ പ്രിന്റഡ് ആയിട്ടുള്ള ഹിജാബ്സ് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അബായ അതുപോലെ തന്നെ പ്ലെയിൻ ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിലേക്കൊക്കെ നന്നായിട്ട് സ്യൂട്ടാകും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് മീൻസ് പിന്നൊക്കെ ചെയ്ത് നമ്മൾ ഹിജാബ് ചുറ്റുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിന്റഡ് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്.